ഹായ് ഗൈസ്, യെസ്, അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ കോട്ടയ്ക്കലുള്ള കോഫി ക്രീമിൽ എത്തിയിരിക്കുകയാണ്. ആയിരിക്കും എൻ്റെ കൂടെ ഒരു ഹായ് പറയൂ. ഹായ് പറയൂ. നിന്റെ യൂട്യൂബ് ചാനൽ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ പലതും പറയും. അപ്പോൾ ഭയങ്കര പുളിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലത്തെ ഫുട്ബോൾ മാച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുന്ന വഴിയാണ്. ഷെഫ് പറഞ്ഞു ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് ഗൈസ്. എന്തൊക്കെയോ ഫുഡുകൾ ഓർഡർ ചെയ്തില്ല. നന്ദു എന്തൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്? നമ്മൾ ഓർഡർ ചെയ്തത് നമുക്ക് ആദ്യം കൊണ്ടുവന്ന് വെച്ചത് കത്തി, വെട്ടാൻ രണ്ട് വാക്ക് അങ്ങനെ ഉദ്ദേശിച്ച് ഞാൻ കത്തിയുടെ കാര്യത്തിൽ ഉദ്ദേശിച്ചപ്പോൾ ആൾക്ക് സമാധാനം കുറവുണ്ട്. അതുകൊണ്ടാണ് ഹാപ്പി ആയിട്ടുള്ള അപ്സരയിച്ചിരിക്കുന്നത്. അപ്സരയിൽ ഇപ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ലക്ഷങ്ങളാണ് വാരിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അപ്സര ഇത്ര ചിലവാണ്. ഇനി ഞാൻ മൈക്കല്ല ക്യാമറ കൂടെ തിരിച്ചു തരാൻ നന്ദന തുടങ്ങും. അതുകൊണ്ട് കൂടുതൽ എന്താ പറയാ, നന്ദന എൻ്റെ അടുത്ത് പോകുന്നില്ല. നമുക്ക് വരും 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 അവതരണം അവിടെ നന്ദന ഏറി കയറിയ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കാറ്. നമുക്ക് ഇനി ഭക്ഷണം വന്നിട്ട് ഒരുപാട് ഭക്ഷണങ്ങൾ വരാൻ, അപ്പൊ അതൊക്കെ എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, വീഡിയോ എടുത്തോണ്ടിരിക്കാതെ ഐശു വന്നിരിക്കണം. മുഖം ഞാൻ ആലോചിച്ചത് എന്താ കൈ വരാത്ത വന്നു. ഓക്കെ, കയ്യിൽ നമ്മുടെ ഷെഫിന്റെ ആദ്യത്തെ ഡിഷ് വന്നിട്ടുണ്ട്. സാലഡാണ്. ഷെഫ് പറഞ്ഞത് ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിക്കണം. ഇങ്ങനെ കഴിക്കുമ്പോൾ ആക്ച്വലി ഇതിന്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുമെന്ന് ഷെഫ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ ഇതന്നെ ഇരിക്കുന്നത് മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്തത് പ്രോൺസ് മാത്രം എടുത്തിട്ടാണ് ടേസ്റ്റ് ചെയ്തത്. ശരിയായ രീതിയിലല്ല കഴിച്ചത്. ശരിയായ രീതിയിൽ അപ്സരന്റെ പണി കളയോന്നാണ് ഫുഡ് ബ്ലോഗ് അല്ലേ? അത്യാവശ്യം നല്ല രീതിയിൽ അപ്സര ചെയ്യുന്നുണ്ട്. നല്ലതായിട്ടുണ്ട് അപ്സര. യൂട്യൂബ് ചാനലുണ്ട്, 58 സബ്സ്ക്രൈബേഴ്സ് ഉള്ള. അയ്യോ സോറി ഗൈസ്. എന്തായാലും ഐശു എങ്ങനെയുണ്ട്? സാലഡ് എങ്ങനെയുണ്ട്? ഓക്കെ, അവിടെ തല്ലെടുത്തോട് ഗൈസ്. ഞാനൊന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ഓക്കെ, chef signature pasta, chef special pasta, and this is beef biscuit ciabatta sandwich. Cheers, just be white. Cheers. Yes. Thank you. അപ്പോൾ അടുത്ത ഇത് പാസ്റ്റയാണിത്. ഇത് കളർ അടിപൊളി. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല പാസ്ത. ഞാൻ പക്ഷേ ഇത് സാൻഡ്വിച്ച് ടേസ്റ്റ് ചെയ്തു. ബ്രിസ്ക്കറ്റ് സാൻഡ്വിച്ചാണ് ഇത്. ടേസ്റ്റ് ചെയ്തോ അപ്സര? ടേസ്റ്റ് ചെയ്തോ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഫ്ലേവർ ഏതാണെന്ന് എനിക്കറിയില്ല, അത് ഷെഫിനോട് ചോദിക്കാം. ഷെഫ് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു, പക്ഷേ ഞങ്ങൾ കൊണ്ട് വെച്ച സമയത്തുള്ള ഇതിൽ ഞങ്ങളത് കഴിച്ചു. ഇതാണ് ബ്രിസ്ക്കറ്റ്. ഐശു കഴിച്ചാ? ഞങ്ങളൊന്ന് കഴിക്കട്ടെ. പാസ്ത കഴിക്കണം ഗൈസ്. പാസ്ത എനിക്കിതിൻ്റെ സോസ് മിക്സ് ചെയ്തേക്കുന്ന ക്രീം കൊള്ളാം. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ പാസ്ത കഴിച്ചോ? ക്രീം എങ്ങനെയുണ്ട് പാസ്തയുടെ? നല്ല ക്രീമി പാസ്തയാണ്. ശരിക്കും കയ്യിലിങ്ങനെ എടുത്തിട്ട് എന്താ പറഞ്ഞേ? ആക്ച്വലി ഇത് സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ അങ്ങനെ കയ്യിലെടുത്തിട്ട് ഫുള്ള് നമ്മൾ ഇങ്ങനെ കഴിക്കണം. അപ്പോഴേ അതിൻ്റെ ഫുൾ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഒരു പീസ് മാത്രം എടുത്ത് ടേസ്റ്റ് ചെയ്യുക. എനിക്ക് ആ ഒരു ബീഫിൻ്റെ ബിസ്ക്കറ്റിൻ്റെ കുറച്ച് ക്രിസ്പി ആയിട്ട്
ഇരിക്കണേ. സാധാരണ സാൻഡ്വിച്ചിന്റെ ബിസ്ക്കറ്റ് കുറച്ച് സോഫ്റ്റ് ആയിരിക്കുമല്ലോ, ഇത് കുറച്ച് ക്രിസ്പി അല്ലേ. അതായത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അടിപൊളി. ഓക്കെ. പക്ഷേ ഇപ്പോൾ നമ്മുടെ നോർമലി കഴിക്കുന്ന ആ സാൻഡ്വിച്ച് അല്ലാതെ വേറൊരു ടേസ്റ്റ്. ആ അതാണ് ഷെഫിൻ്റെ ബ്രെഡിനൊരു സ്പെഷ്യാലിറ്റി. ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ട്. ഓക്കെ. റീലവിടെ എടുക്കട്ടെ, ഇത് വ്ളോഗിലാണ്. അപ്പോൾ അടുത്ത ഡിഷുമായിട്ട് ഇതാ ഷെഫ് വരികയാണ്. Smoked chicken with chimichurri rice. And girls, യെസ്. this is passion fruit അമ്മാനെ. and orange mojito. ഓക്കെ. Mojito spritzer. Spritzer. Lotus biscuit shake. Lotus and cream cheese. That's me right. Kombucha. കോംബോജ. സ്മൂത്തി. High protein berry smoothie. യെസ് Yes. യെസ് യെസ് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. ഇത് സൂപ്പർ സാധനം കേട്ടോ, ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ടല്ലോ. എടാ അത് കുറച്ച് ഇങ്ങോട്ടേക്ക് വെച്ചോ, വീഡിയോ എടുക്കുമ്പോൾ ഷേക്ക് ചെയ്യരുത്. ഇതോ കൊടുക്കരുത്. ആ അത് ഷെയ്ക്ക് ചെയ്യരുത്, ഷെയ്ക്കാണ്ട് കുടിക്കണം. നീ എടുത്തോ, നീ എടുത്തോ. ഏ ഇത് വേണോ? ഇത് വേണം. അതോ ഇത് വേണോ? സ്മൂത്തി അതോ കോമ്പാച്ച് വേണോ? കോമ്പാച്ച്. അയ്യോ ഞാൻ ഷെയ്ക്ക് ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇനി ഇത് കഴിക്കട്ടെ. ഓക്കെ കഴിക്കാൻ. ആ ഇത് എന്നിട്ടായിരുന്നു ചിക്കൻ ഗ്രിൽ സ്മോക്ക്ഡ് ചിക്കൻ റൈസ് അല്ലേ? വിത്ത് ആ ഇന്നത് റൈസ് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും ഡ്രസ്സൊന്നുമില്ല. നല്ല രസമുണ്ട്. അടിപൊളി. ഓക്കെ. So meatballs with mashed potato and with some tangy sauce. മീറ്റ് ബോൾസ് ഭയങ്കര കളർഫുള്ളല്ല എല്ലാ സംഭവം. അടിപൊളി. Just enjoy, girls. യെസ് താങ്ക് യു. അപ്പോൾ റൈറ്റ് ഹാൻഡിൽ കട്ട് ചെയ്യുക. സ്വല്പം ഫോർക്ക് കൊണ്ട് കട്ടിയിട്ട് അവിടെ വയ്ക്കുക. ഫോർക്കിൽ വയ്ക്കുക. ഒരു പീസ് ഫോർക്കിൽ വയ്ക്കുക. എന്നിട്ട് കുറച്ച് സോസ് മുകളിലേക്ക് അത് കുറച്ച് സ്മാഷ് പൊട്ടാറ്റോ വയ്ക്കുക. സ്മാഷ് പൊട്ടാറ്റോ വയ്ക്കുക. ഒന്നും കൂടെ കഴിക്കുന്നത് ഫീൽ കിട്ടും. ഇതിനെങ്ങനെ ചെയ്താൽ മതി. ഇത് അങ്ങനെ ചെയ്താൽ കഴിക്കപ്പോഴാണ് എല്ലാ ഫുഡും അങ്ങനെ കഴിച്ച് കാണിച്ചത്. ആ മീറ്റിൻ്റെയും ആ സോസിൻ്റെയും പൊട്ടറ്റോയുടെ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നപ്പോൾ സോസ് വെച്ച് സ്മാഷ് പൊട്ടാറ്റോ വെച്ച് എനിക്കിതാണ് ഇഷ്ടം. കോമ്പിനേഷൻ കഴിക്കണം. സെയിം ഇത് കഴിക്കുമ്പോൾ സെയിം അത് ഞാൻ പറഞ്ഞു അങ്ങനെ കഴിച്ചെടുക്കും. ആ കോംബോ കഴിച്ചാലേ നമുക്ക് ആ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. സൂപ്പറാ. അല്ലെങ്കിൽ കയ്യിൽ കിടക്കുന്ന എടുക്കുമ്പോൾ വീണു പോകാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സാണ്. ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? ഒന്നും കൂടി അല്ലേ? ഫ്ലേവർ കോമ്പിനേഷൻ ഇത് കഴിക്കുമ്പോഴും ആക്ച്വലി ചേർത്ത് കഴിക്കാൻ സമ്മതിക്കില്ല. ഞാൻ എന്തെങ്കിലും കടിച്ച് കഴിക്കാൻ സമ്മതിക്കില്ല. ഞാൻ പറയാം, അതായത് ബ്രെഡിൻ്റെ ഫ്ലേവറാണ്, അതിനകത്ത് ബ്രെഡിൻ്റെ ഫ്ലേവറാണ്. Not finished. So Goro bun. It's a must try Korean bun. This is the must try. Yes. ലക്ഷ്മി പറഞ്ഞത് This is widow, Russian widow. Thank you. Cheers. Thank you. You're welcome. ഇതിപ്പോ കഴിക്കണ്ട, ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക്
അതിലാണ് അപ്പുറം കഴിച്ചോ. ഇതൊന്നും കഴിക്കുന്നില്ല. അയ്യോ കഴിക്കരുത്, അതെന്റെ മറന്നോ? മറന്നോ മതി. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാം. മതി. ടേസ്റ്റ് ഞാൻ എടുക്കാം. എന്നോട് ടേസ്റ്റ് മാറി എടുക്കാൻ വീഡിയോസ്. നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ. സമയത്ത് കഴിച്ചാൽ ഇതാ പറഞ്ഞത് മിനി കുട്ടിക്ക് പോയി കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ രണ്ടാമത് എടുത്താൽ എനിക്ക് മനസ്സിലായി. കേക്കാണ്, ടൈപ്പ് ഓഫ് കേക്ക് പ്രോപ്പർ പക്ഷെ നോർമൽ സാധാ കേക്ക് പോലെയല്ല. ഇപ്പൊ തീരുണ്ട്, നല്ല ടേസ്റ്റ്. സാധാ പോലെ തന്നെ. അപ്സര ഡെസേർട്ട് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. സാധാരണ കേക്കല്ല. സാധാരണ കേക്കാണെന്ന് വിചാരിച്ച് ഞാൻ ടേസ്റ്റ് ചെയ്തു, പക്ഷെ സാധാരണ കേക്കല്ല. ചീസില്ല, ചീസും ഇല്ല. പിന്നെ അതിനകത്ത് പേസ്ട്രി ക്രീം ഹണിയാണ്. ഫ്രഞ്ച് പേസ്ട്രി ക്രീം ക്രീം പാറ്റീസർ എന്ന് പറഞ്ഞാൽ പേസ്ട്രി ക്രീം ഇംഗ്ലീഷിൽ. അത് ഫ്രഞ്ചാണ്. ഫ്രഞ്ച് ഫില്ലിംഗ് ആണ്. നമ്മുടെ ഹണി കേക്കിൻ്റെ ബേസ് ഇല്ല, അത് നിങ്ങൾ ഹോം മെയ്ഡായിട്ട് ചെയ്യണം. ഹണി കേക്കിൻ്റെ ബേസ് ഇത് അങ്ങനല്ല. ഇത് വെറൈറ്റി സാധനമാണ്. കുറച്ച് നീക്കി വെക്കോ, പ്ലേറ്റ് അങ്ങോട്ട് നീക്കി വെക്കോ. നന്നായിട്ട് ഡിപ്പ് ചെയ്തോ. കിട്ടില്ല സാധനം. കമോൺ അപ്സര, കമോൺ അപ്സര, യു ക്യാൻ. മതി ഡിപ്പ് ചെയ്തത്. മൊത്തം ക്രീം എടുത്തൂലേ? പുളിയാ. സൂപ്പർ അല്ലേ? ആക്ച്വലി ഒരു വലിയ പീസാണ് ഞാൻ എടുത്തത്. പക്ഷെ അത് പിന്നെ ക്രീമിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ വായിട്ട് അങ്ങനെ അലിഞ്ഞു പോയോടെ. അലിഞ്ഞു അതാണ്. ഞാൻ ഓവറായിട്ട് അങ്ങനെ മധുരം കഴിക്കുന്ന ആളല്ല. ശരിയാ. ഇത് ഭയങ്കര വായിൽ വെക്കുമ്പോൾ ഒരു ഭയങ്കര മധുരം ഫീൽ ചെയ്തു. പക്ഷെ അതിങ്ങനെ കഴിച്ചപ്പോൾ അലിഞ്ഞു പോയി. എനിക്ക് ഇതിനെക്കാട്ടിലും ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവസാനം. ഇതാണ് നമ്മുടെ ടേബിൾ. ഇത്രയുമായിരിക്കുകയാണ് നമ്മുടെ ടേബിൾ. കണ്ടില്ലേ, ഒന്നും പറയാനില്ല. ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. വയർ ഫുള്ളായി. ബാക്കിയൊക്കെ അത്യാവശ്യം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. യെസ്, കുടിക്കട്ടെ, നോക്കട്ടെ. ഇതാണ് നമ്മുടെ കോഫി ക്രീം. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഞാൻ ഫുള്ളായില്ലേ? ഹാപ്പിയാണോ? യെസ്, നമ്മൾ ഡിഫറെൻ്റ്. അതാണ് ഞാൻ എപ്പോൾ കൊണ്ടുവന്നാലും വെറൈറ്റി ആയിട്ടുള്ള സ്പോട്ടിലേ കൊണ്ടുവരാറുള്ളൂ. അറിയാലോ അപ്സരയ്ക്ക്. നന്ദന ഐശ്വര്യ സ്ഥിരം അറിയാം. സ്ഥിരം ഐശ്വര്യ എന്തെങ്കിലും പറയാനുണ്ടോ? ഓ, ഐശ്വര്യൻ്റെ ജാട തുടങ്ങി ഗൈസ്. എൻ്റെ പോയി നോക്ക്, ലിപ്സ്റ്റിക് ഒന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഷെഫ് ഫോട്ടോ എടുക്കാം. ഓക്കെ, ഞങ്ങൾ കോഫി ക്രീമിൽ നിന്ന് ഇറങ്ങി. ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. വയർ ഫുള്ളായി. ഇപ്പൊ നമ്മൾ നന്ദന എവിടെയാ പോകുന്നേ? നന്ദന ഇങ്ങോട്ടേക്ക് പോവാണ് കൈസ്. അറിയില്ല, ബസ് സ്റ്റോപ്പിലൊക്കെ ഇറക്കി വിടാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഉണ്ണിമുഖത്തനോ? ഓക്കെ, അപ്പൊ നന്ദന ഇവിടെ ഇങ്ങനെ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ പോകും. അപ്പൊ ഇത്ര ഉള്ളൂ. ഞങ്ങള് ജസ്റ്റ് ഒന്ന് ഫുഡിന്റെ വ്ളോഗ് ഒന്ന് ചെയ്യാൻ വിചാരിച്ചു. അപ്സര നല്ലൊരു വ്ളോഗറാണ് ഗൈസ്. ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു. ഇന്ന് അപ്സരയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എന്തെങ്കിലും ഒന്നും പറയാനില്ല. അപ്പൊ അതൊക്കെ ഉള്ളു. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നന്ദു? മാസ്ക് പിടിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ
വേണ്ട. അപ്സരയുടെ ടോപ്പ് ഇട്ടു എന്നാണ് പറയാൻ വന്നത്. ഞാൻ കൊളെ കൊടുത്താണ്. എത്ര രൂപയ്ക്ക് 25,000 പറയും. ഇത് ഓഫ് ചെയ്തിട്ട് ഇതിലെടുത്ത് നല്ല പെയിന്റ് കാണാൻ. ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. നന്ദനെ ഇറക്കി വിടാൻ പോകണം. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ലൈവ് എന്നല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. റസ്മിൻ ഒഫീഷ്യൽ നെയിം പറയും. റസ്മിൻ ബൈ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ഗൈസ്. ബൈ ബൈ. ഓക്കെ.